ഷംനാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അടിപൊളി ടേസ്റ്റിയായ പരിപ്പ് വടയായാലോ, അതും ചുവന്ന പരിപ്പും ഉണ്ട്. ഇതെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ മൈസൂർ പരിപ്പ് അങ്ങനെയൊക്കെയാണ് കേൾക്കുന്നത്. ഇതിൻ്റെ ശരിയായ പേര് എനിക്കറിയില്ല. ഇത് ഞാൻ കഴുകി 1 മണിക്കൂർ കുതിർത്തി വെച്ചു. അതിനുശേഷം നല്ലോണം കഴുകി എടുത്ത് വെച്ചതാണ്. പിന്നെ ഇതിലേക്ക് ഞാൻ എടുത്തതെന്ന് വെച്ചാൽ പകുതി ഉള്ളി ചെറുതായി കട്ട് ചെയ്തതും, മല്ലിയില, കറിവേപ്പില, 3 പച്ചമുളക്, 4 വെളുത്തുള്ളി, ചെറിയ പീസ് ഇഞ്ചിയാണ്. പിന്നെ ഇത് ഞാൻ നല്ലോണം മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പരിപ്പ് കാണുന്ന രൂപത്തിലാണ് അരച്ചെടുക്കേണ്ടത്. മഷി പോലെ നമ്മൾ അരച്ചെടുക്കാൻ പാടില്ല, പരിപ്പ് വട ആയതുകൊണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം നമ്മുടെ വീട്ടിലുള്ള സാധനം വെച്ച് നമ്മൾ എന്തൊക്കെയാണ് അത്രയും മസാലകളെ ഇതിൽ ചേർക്കുന്നുള്ളൂ. ഇനി ഇതിലേക്ക് ഞാൻ മല്ലിയിലയും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് നല്ല എരിവിന് വേണ്ടിയിട്ടാണ് 3 പച്ചമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. ഇനി ഇത് നല്ലോണം നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൽ വേറെ പൗഡറുകളോ കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നില്ല. ഇത് നല്ലോണം നമുക്ക് കുഴച്ചെടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായി നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. ഉള്ളിയും നമ്മൾ അരച്ചെടുത്ത് ഈ പരിപ്പൊക്കെ നല്ലോണം മിക്സാക്കി എടുക്കണം. ഇതുപോലെ നമ്മൾ നല്ലോണം മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്കെല്ലാം ഒരു ബോൾ രൂപത്തിലാക്കി ആദ്യം എടുത്ത് വെക്കാം. നമുക്ക് ഒരു ആവശ്യത്തിന് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഒരു കടായി വെച്ചതിന് ശേഷം ഇനി നമുക്ക് ഓരോ ആ ഉരുട്ടി വെച്ച മാവ് നമുക്കിതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് പരത്തി കൊടുത്തതിന് ശേഷം നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാനാണ്. നമുക്ക് ചുവന്ന പരിപ്പ് വെച്ചും നമുക്ക് വട ഉണ്ടാക്കാം. സാധാരണ ഈ വട ഉണ്ടാക്കുന്ന പരിപ്പ് തന്നെ വാങ്ങാൻ കിട്ടും. അതുപോലെ നമ്മൾ കടലപ്പരിപ്പ് വെച്ചും വട ഉണ്ടാക്കും. അതുപോലെ നമുക്ക് ഈ ചുവന്ന പരിപ്പ് വെച്ചിട്ട് നമുക്ക് ടേസ്റ്റിയായ വട ഉണ്ടാക്കാൻ പറ്റും. ഇപ്പം നമ്മുടെ നല്ലോണം വടയൊക്കെ നല്ലോണം മുരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നല്ലോണം മുരിഞ്ഞു വന്നിട്ടുണ്ട്. പിന്നെ ഈ പരിപ്പെന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ ടൈമൊന്നും പുതിർത്തി വെക്കാൻ പറ്റില്ല. 1 മണിക്കൂർ കൂടുതലൊന്നും പുതിർത്തി വെക്കേണ്ട ആവശ്യമില്ല. വേഗം പുതിർന്ന് കിട്ടുന്ന ഒരു പരിപ്പാണ്. പക്ഷേ ഇതുപോലെ ആക്കിയാൽ വളരെ ടേസ്റ്റി ആയിട്ട് നമ്മൾ പരിപ്പ് വടൻ്റെ അതേ ടേസ്റ്റിൽ കിട്ടും. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. ഇതുപോലെ നല്ല പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.